ശാശ്വത സുഖരൂപ സുഖമറിവാൻ ഉള്ളറിവായിട്ടകമി വാഴൂ ഗുരുദേവ വാഴും ഗുരുദേവ എന്നും വാഴും ഗുരുദേവ ശാശ്വത സുഖരൂപ സുഖമറിവാനുള്ളറിവായിട്ടകമേ വാഴും ഗുരുദേവ വാഴും ഗുരുദേവ എന്നും വാഴും ഗുരുദേവ ഗിരിദീപം പോലെ മനനം ചെയ്യും മനതാരിൽ താൻ ഗിരിദീപം പോലെ മായാമറയെ മാറ്റി മനസ്സ ചൂവി നൽകുന്നു മാനസ ശോഭയെ നൽകുന്നു മായാമറയെ മാറ്റി മാനസ ശോഭയെ നൽകുന്നു മാനസ ശോഭയെ നൽകുന്നു ശാശ്വത സുഖരൂപ സുഖമറിവാനുള്ളറിവായിട്ടകമേ വാഴും ഗുരുദേവ വാഴും ഗുരുദേവ എന്നും വാഴും ഗുരുദേവ നിങ്ങൾക്ക് ഏവർക്കും പ്രിയങ്കരനായ നമ്മുടെ വക്കീൽ സാറിൻ്റെ ജന്മദിനമാണ് ഇന്ന്. നമ്മുടെ ശുഭാനന്ദ ഗ്രന്ഥങ്ങളുടെ സമാഹരണവും അതിൻ്റെ പ്രസിദ്ധീകരണവുമായി ബന്ധപ്പെട്ട് അനേക വർഷങ്ങളായി ഒരു പ്രത്യേക കർമ്മ പദ്ധതിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു മഹനീയ ജന്മമാണത്. ഇന്ന് ഈ ഞായറാഴ്ച ദിനത്തിൽ അപ്രകാരം ഒരു ജന്മദിനം കടന്നു വന്നപ്പോൾ നിങ്ങളുടെ എല്ലാ മധ്യത്തിൽ വെച്ച് നിങ്ങളുടേതായ ഒരു സ്നേഹോപഹാരം അദ്ദേഹത്തിന് അർപ്പിക്കുക എന്നുള്ളത് ഞാൻ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതിനുവേണ്ടി വക്കീൽ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. വർഷത്തിന് മുമ്പ് വരെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകുമ്പോൾ ഒരാളിനെ ക്ഷണിക്കാൻ പോകണം, ഇവിടെ ഒരു കർമ്മത്തിൽ പങ്കെടുക്കാൻ. ഇവിടെ അപ്പോൾ അവർ ചോദിക്കും എന്തെങ്കിലും ഒരു പുസ്തകം. അപ്പോൾ ആകെ അന്ന് നമുക്കുണ്ടായിരുന്ന ഒരു അവതാര പുരുഷനായ എൻ്റെ ഗുരുദേവനും 1-ാം വാല്യം കീർത്തന പുസ്തകം ഉണ്ടായിരുന്നു. അന്ന് വളരെയേറെ വിഷമിച്ചിട്ടുണ്ട്. കാരണം ആണുങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മളും എല്ലാം അന്ധാളിക്കും.
പക്ഷെ ദൈവം അതിൻ്റെ കൃത്യമായ വഴികളിലൂടെ നടത്തുന്നു എന്നുള്ളത് സത്യമാണെങ്കിലും ചില സന്ദർഭങ്ങളിൽ മനുഷ്യന്റെ കുറവുകൾ കൊണ്ട് ഇങ്ങനെയൊക്കെ ചിന്തിച്ചു പോകുമല്ലോ, ഇപ്പൊ നമുക്ക് കുറെ പുസ്തകങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അന്ന് ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോ നമ്മുടെ ബുക്ക് സ്റ്റാൾ നിറച്ച് നമ്മുടെ പുസ്തകങ്ങളാണ്. അതിന് വലിയ ഒരു ഭാഗധേയത്വം വഹിച്ച ഒരു പുണ്യജന്മമാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലിരിക്കുന്ന നമ്മുടെ വക്കീൽ. ഭഗവാൻ ഇതൊക്കെ ലോകത്തിൽ നിന്ന് കണ്ടെടുത്തൂടെ നിലനിർത്തിയതാണ്. ആയുസ്സും ആരോഗ്യവും കൊടുത്ത് മഹാശക്തി ഉന്നതമായ കർമ്മങ്ങൾ നിലനിർത്തുന്നതാണ്. ശക്തി ശുഭാനന്ദം താൻ ശുഭാനന്ദ പാദപത്മേ ആശ്രയിച്ചു ജീവിക്കുമ്പോൾ ശുഭാനന്ദ പാദപത്മേ ആശ്രയിച്ചു ജീവിക്കുമ്പോൾ ആദിയന്തമില്ലാതുള്ളോരാനന്ദം കാണാം. ശുഭാനന്ദ പാദപത്മേ ആശ്രയിച്ചു ജീവിക്കുമ്പോൾ ആദിയന്തമില്ലാതുള്ള ആനന്ദം കാണാം. ആദിയന്തമില്ലാതുള്ള ആനന്ദത്തിൻ സ്വരൂപത്തെ ആദിയന്തമില്ലാതുള്ള ആനന്ദത്തിൻ സ്വരൂപത്തെ ആത്മരൂപേ ഭവിപ്പിച്ചു വസിക്കുന്നു ആനാദിയന്തമില്ലാതുള്ള ആനന്ദത്തിൻ സ്വരൂപത്തെ ആത്മരൂപേ ഭവിപ്പിച്ചു വസിക്കുന്നു അടിയുറച്ചറിവിൽ തന്നനുസരിച്ചാരാധിച്ചാൽ അടിയുറച്ചറിവിൽ തന്നനുസരിച്ചാരാധിച്ചാൽ ആദിയന്തമില്ലാതുള്ളോരാനന്ദം തന്നെ അടിയുറച്ചറിവിൽ തന്നനുസരിച്ചു ആരാധിച്ചാൽ ആദിയന്തമില്ലാതുള്ള ആനന്ദം തന്നെ ആദിയന്തമില്ലാതുള്ള
ജഗദീശ്വരൻ സമ്പൂർണ്ണാവതാരമായി വന്ന പുണ്യപൂരത്തിൻ്റെ പക്കനാൾ ദിനം കൂടി ചേർന്ന് വന്ന ഞായറാഴ്ചയാണ്. പുണ്യങ്ങളെ ഏകോപിപ്പിച്ച് പുണ്യങ്ങളെ ആത്മലോകത്തിൽ നിറച്ച് സമ്പൂർണ്ണ പുണ്യമാക്കി തീർക്കുന്ന മഹത് ഗുരുവിൻ്റെ ഈ ആരാധനയിൽ എത്തിച്ചേരുവാൻ സാധിച്ച നിങ്ങൾ ഓരോരുത്തരും ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ്. ഇന്ന് നമ്മുടെ സമീപ പ്രദേശത്തുള്ള എല്ലാ ശാഖാ മന്ദിരങ്ങളിലും ഓണത്തോടനുബന്ധിച്ചുള്ള സദ്യയും ആരാധനയും ഒക്കെ നടക്കുന്ന ദിനമാണ്. അതുകൊണ്ട് തന്നെ അടുത്തുള്ള പല ആളുകളും പ്രഭാതത്തിൽ വന്ന് യാത്ര ചോദിച്ച് അവരവർക്ക് നിയമിച്ചു കൊടുത്തിരിക്കുന്ന സന്നിധാനങ്ങളിലേക്ക് പോയവരുമുണ്ട്. ഇന്ന് അതുകൊണ്ട് ഭക്തജനങ്ങൾ വളരെ കുറവായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ഇന്ന് പ്രഭാതത്തിൽ ആദ്യം വന്നത് വളരെ വിദൂരത്ത് നിന്ന് ഉള്ള ആളുകളാണ്. കൊണ്ടോട്ടി, തലശ്ശേരി, കന്യാകുമാരി അതുപോലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആത്മാക്കൾ എത്തിച്ചേർന്നു. ഇപ്പോൾ നമുക്ക് ആശ്രമത്തിനകത്തും വെളിയിലും ഇഷ്ടം പോലെ ആളുകളുമായി. ദൈവത്താൽ നിയോഗിച്ച് ദൈവം നടത്തുന്ന കർമ്മങ്ങളിൽ ഒരിക്കലും ഒന്നും കുറവ് വരികയില്ല എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം കൂടിയാണ് ഇന്നത്തെ ആരാധന. ഇന്ന് ഉന്നതമായ ഈ പുണ്യദിനത്തിൽ നമ്മുടെ വക്കീൽ അദ്ദേഹത്തിൻ്റെ പിറന്നാൾ ദിനം കൂടി വന്നു. അതും നമുക്ക് വലിയ സന്തോഷമായി. അത് ഓർമ്മിക്കപ്പെട്ടതും ഈ വിധത്തിൽ ഇങ്ങനെ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞതും ഈശ്വരന് അദ്ദേഹത്തോടുള്ള ബന്ധവും സ്നേഹവും തന്നെയാണ്. എല്ലാം ഈശ്വരൻ്റെ കാരുണ്യമായി കരുതി ജീവിക്കുന്നവർക്കെല്ലാം ഈശ്വരൻ കൊടുക്കുന്നു, കരുതുന്നു, എന്നും വളർത്തുന്നു. ഉന്നതമായ കർമ്മങ്ങൾ ഏറ്റെടുത്ത് പ്രവർത്തിക്കുവാൻ തക്ക വിധത്തിലുള്ള ജന്മങ്ങളെ ഈശ്വരൻ ഇവിടെ എത്തിച്ച് നിലനിർത്തിക്കൊണ്ടാണ് ഈ കർമ്മങ്ങൾ ഓരോന്നും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്രാപ്തരും ബലഹീനരുമാകുന്ന ആളുകളിലേക്ക് ലോകത്തിൽ പ്രാപ്യമല്ലാത്ത പല കർമ്മങ്ങളും ഏൽപ്പിച്ച് ഉന്നതമായ മഹാഭാഗ്യങ്ങളിലേക്ക് ഈശ്വരൻ എത്തിക്കുന്നു. അതാണ് ആത്മബോധോദയ സംഘത്തിൻ്റെ ഏറ്റവും വലിയ ഉയർച്ച, വളർച്ച, അതിൻ്റെ ഒരു മഹത്വം എന്ന് പറയുന്നത്. ഏത് പ്രകാരത്തിൽ ചിന്തിച്ചാലും ഈ ഇരിക്കുന്ന ഓരോരുത്തരും അനുഭവിക്കുന്ന സുഖ സൗഭാഗ്യങ്ങളെല്ലാം ആ വിധത്തിൽ ദൈവം തന്നതാണ്. കാരണം നിരന്തരം നിങ്ങൾ അനുഷ്ഠിക്കുന്ന ഈ ആചാര അനുഷ്ഠാനങ്ങൾ സ്വർഗീയ നിയമങ്ങളാണ്. ഈ സ്വർഗീയ നിയമങ്ങളുടെ ഫലം ആനന്ദമാണ്. നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ അനുവർത്തിക്കുന്ന പലതും പല ആളുകളും ഇതിനെ തിരിച്ചറിയുന്നില്ല. ഭഗവാൻ അറിയിച്ചു, അതുകൊണ്ട് ചെയ്യുന്നു എന്ന് മാത്രമേ പലർക്കും അറിയൂ. ഇതെല്ലാം സ്വർഗീയ നിയമങ്ങളാണ്. ഈ ഭൗതിക ജീവിത വഴിയിൽ ഈ വിധത്തിലുള്ള ഒരു സ്വർഗീയ നിയമത്തെ ചേർത്തിണക്കി അകവും പുറവും ഒന്നുപോലെ ശുദ്ധീകരിച്ച് ദൈവം നമ്മളെ സ്വർഗത്തിലേക്ക് നയിക്കുമ്പോൾ ഇത് മഹാഭാഗ്യമാണെന്ന് കുറച്ചുകൂടിയൊക്കെ കഴിയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. ആ അവസ്ഥയിലെത്തിയവരുമുണ്ട്. അങ്ങനെയുള്ളവരാണ് വിടാതെ പിന്തുടരുന്നത് ഈ ആദർശത്തെ. ഏതു തന്നെയായാലും അറിയിക്കുന്ന അറിവുകളെ സ്വീകരിച്ച് പ്രവർത്തിക്കുവാൻ ഏവരും തീരുമാനിക്കുക. ഇന്നത്തെ ഈ പ്രത്യേക ദിനത്തിൽ എപ്പോഴും നമ്മൾ ശക്തമായി ഓർക്കുന്നത് ആരാധനയുടെ മഹത്വമാണ്. ദൈവം നിയോഗിച്ച് നിലനിർത്തിയിരിക്കുന്ന ഈ മഹനീയ നിയമത്തിൽ കൂടി എത്രയോ ജന്മങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നു. എല്ലാവർക്കും ഒന്നുപോലെ സഹകരിച്ച് പ്രവർത്തിപ്പിക്കാവുന്ന തരത്തിലാണ് ആരാധന വെച്ചിരിക്കുന്നത്. നമ്മളൊരു താരാസു നടത്തുകയാണെങ്കിൽ അതിനുവേണ്ടി വ്രതമെടുത്തവർക്ക് മാത്രമേ അതിൽ പങ്കെടുക്കാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ 27 ആചാര്യന്മാരുടെ സ്തുതി നടത്തുന്നു, ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കർമ്മം. അവിടെ 27 പേർക്ക് മാത്രമേ പ്രയോജനമുള്ളൂ. എന്നാൽ ഈ ആരാധനയും ആരാണ് നടത്തുന്നത്? ഭഗവാൻ തന്നെ എഴുന്നള്ളി നിന്നുകൊണ്ടാണ് നടത്തുന്നത്. പക്ഷേ എല്ലാവരെയും ഒന്നുപോലെ ചേർത്തിരുത്തുകയാണ്. ഇന്ന് ആദ്യമായി വന്നവരുണ്ട്, 2-3 പ്രാവശ്യം വന്നവരുണ്ട്, ഒരു വർഷം മുമ്പ് വന്നിട്ട് പോയി, പിന്നെ ഇപ്പം വീണ്ടും ആദ്യമായി വന്നവരുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള ആളുകളെ ചേർത്തിണക്കിക്കൊണ്ട് ദൈവം തൻ്റെ ഹൃദയസ്വർഗം തുറന്ന് ജ്ഞാനാഭിഷേകം ചെയ്യുന്ന ഉന്നതമായ ഒരു കർമ്മം. അതിൻ്റെ മഹത്വം അറിഞ്ഞ് ആരാധനയിൽ ശ്രദ്ധിക്കുക. മഹാശക്തി എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.
കലിയുഗത്തിൽ ദൈവം കരുണയോടുകൂടി ഖഡ്ഗിയായി വന്നുദിച്ചു. കരയുന്ന ഭക്തരെ കരുതി രക്ഷിക്കുവാൻ കരുണയോടെ വാഴുന്നു. കരയുന്ന ദൈവം ലോകത്തിൽ അവതാരമായി വരുവാൻ ദൈവലോകത്തിൽ തിരുവതാരമായി വരുവാൻ തീരുമാനിച്ചതും നിശ്ചയിച്ചതുമാണ്. എന്നാൽ അതിൻ്റെതായ നിയമങ്ങൾ ലോകത്തിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ നിയമപ്രകാരം തന്റെ അവതാര കർമ്മങ്ങളെ പൂർത്തീകരിക്കുവാൻ തക്കവിധം ഓരോ യുഗങ്ങളിലും തന്റെ ഉത്കൃഷ്ട ബോധസ്വരൂപമായ അവതാരങ്ങൾ സംഭവ്യമായിട്ടുണ്ട്. ആ അവതാരങ്ങളെല്ലാം തന്റെ ഉത്കൃഷ്ട ബോധരൂപങ്ങളാണ്. അത് ഓരോ യുഗധർമ്മവും പൂർത്തീകരിക്കുവാൻ വേണ്ടി താൻ തന്നെ മൂർത്തീകരിച്ച് നിലനിർത്തിയതാണ്. ആ മൂർത്തീകരണത്തിന് ഏത് ശക്തിയാണോ അതിന്റെ പിൻപിൽ നിന്ന് പ്രവർത്തിച്ചത്, സർവ അവതാരങ്ങൾക്കും നിയോഗമായി നിന്ന ശക്തി ഏതാണോ, ആ ഏകശക്തി, ആ ആദിശക്തി ഇതാ അന്ത്യത്തിൽ സമ്പൂർണാവതാരമായി ഖഡ്ഗിയായി ശുഭാനന്ദ നാമത്തിൽ വന്നിരിക്കുകയാണ്. ഓരോ യുഗധർമ്മങ്ങളും പൂർത്തീകരിച്ച് തന്റെ പൂർണ്ണരൂപത്തെ കാണുവാൻ ആഗ്രഹിച്ച് കരഞ്ഞ ആ സർവാത്മാക്കളെയും ദർശിക്കുവാനും ഈ പ്രകൃതിയെ അനുഗ്രഹിക്കുവാനും തന്റെ ദേവീദേവന്മാർക്കും ദൂതപരമ്പരകൾക്കും എന്തിന് ത്രിമൂർത്തികൾക്ക് പോലും ദർശനം നൽകുവാനും അവതാരമായി ഗുരു അവതാരമായി ഗുരു
ശുഭാനന്ദമായി വന്നിരിക്കുന്നത്. സമ്പൂർണ്ണ അവതാരമാണ് ശുഭാനന്ദ അവതാരം. ആദ്യന്തമില്ലാത്ത തന്റെ സ്വരൂപത്തെ ആത്മാവിന്റെ രൂപമായി തെളിയിക്കുവാൻ ആദ്യന്താനന്ദ രൂപനാകുന്ന ശുഭാനന്ദം അവതാരമായി. ആദ്യന്തമില്ലാത്തതിന്റെ സ്വരൂപത്തെ ആത്മാവിന്റെ രൂപമായി തെളിയിക്കുവാൻ ആദ്യന്തമില്ലാത്ത ആനന്ദ രൂപമായ ശുഭാനന്ദ രൂപം തിരുവതാരം. ആദ്യന്താനന്ദ രൂപമാകുന്ന ശുഭാനന്ദ രൂപം തിരുവതാരമായി. ആദ്യന്താനന്ദ രൂപമാകുന്ന ശുഭാനന്ദ രൂപം തിരുവതാരം. ആ അവതാരത്തെ കാണുവാൻ വേണ്ടിയാണ് ആത്മലോകം യുഗം തോറും കാത്തിരുന്ന് കരഞ്ഞത്. തിരുവതാരത്തെ കാണുവാനാണ് ആത്മലോകം യുഗം തോറും കാത്തിരുന്ന് കരഞ്ഞത്. അതിനുവേണ്ടിയാണ് ദേവീദേവന്മാർ താരാസ്തുതികൾ നടത്തിയത്. അതിനുവേണ്ടിയാണ് ദേവീദേവന്മാർ താരാസ്തുതികൾ നടത്തിയത്. അതിനുവേണ്ടിയാണ് ബ്രഹ്മർഷികൾ തപസ് ചെയ്തത്. അതിനുവേണ്ടിയാണ് ബ്രഹ്മർഷികൾ തപസ് ചെയ്തത്. അതിനുവേണ്ടിയാണ് യോഗീശ്വരന്മാർ പൂജ ചെയ്തത്. അതിനുവേണ്ടിയാണ് യോഗീശ്വരന്മാർ പൂജ ചെയ്തത്. അതിനുവേണ്ടിയാണ് മഹാതാപസന്മാർ മഹാതപസ് അനുഷ്ഠിച്ചത്. അതിനുവേണ്ടിയാണ് മഹാതാപസന്മാർ മഹാതപസ് അനുഷ്ഠിച്ചത്. അതിനുവേണ്ടിയാണ് ആചാര്യന്മാർ ആചാരകർമ്മങ്ങൾ ചെയ്തത്. അതിനുവേണ്ടിയാണ് ആചാര്യന്മാർ ആചാരകർമ്മങ്ങൾ ചെയ്തത്. ഇതെല്ലാം സ്വീകരിച്ചൊടുവിൽ ഇതാ ഖഡ്ഗിയായി സമ്പൂർണ്ണ ജ്ഞാനമായി താൻ തന്നെ ജന്മാന്തര ജ്ഞാനമായി അവതാരമായി വന്നിരിക്കുന്നു. ജന്മാന്തര ജ്ഞാനമായി അവതാരം ചെയ്തിരിക്കുന്നു. ആ ആത്മബോധോദയ സംഘത്തിൽ കൂടി ആത്മനാഥൻ നൽകുന്ന സർവജ്ഞാനം ജന്മാന്തര ജ്ഞാനമാണ്. അത് തത്വത്തിനുള്ളിൽ ഉദയം ചെയ്തിടുന്ന പൊരുൾ എത്തിയിടുവാൻ തക്ക ഉപദേശമാണ്. അത് ഗ്രന്ഥപാരായണമല്ല. ആത്മാവാകുന്ന വേദത്തെ തുറന്ന് അതിനുള്ളിലെ വ്യവസ്ഥകളെ വ്യസിപ്പിച്ച് ആത്മാവ് തന്നെ ആത്മാവിനെ അറിഞ്ഞ് ആത്മബോധം അനുഭവിച്ച് ആനന്ദിക്കുന്ന വ്യവസ്ഥയാണിത്. അവിടെയാണ് ആദ്യന്തമില്ലാത്ത ആനന്ദം കാണുന്നത്. അവിടെയാണ് അജ്ഞാന സംഹാരം നടക്കുന്നത്. ആത്മബോധോദയ സംഘം എന്നാൽ നാമസങ്കീർത്തനം എന്നു തന്നെയാണ്. നാമസങ്കീർത്തനം എന്ന് പറഞ്ഞാൽ അത് ആത്മബോധോദയ സംഘവുമാണ്. എന്തുകൊണ്ട്? ആത്മാവിനെയും ബോധത്തെയും ഉദയത്തെയും കൃത്യമായും ഗ്രന്ഥത്തിലൂടെ നിങ്ങൾ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതേ വ്യവസ്ഥ നിഷ്കളങ്ക ജ്ഞാന ഖഡ്ഗിയുടെ ആ തിരുനിയമങ്ങളെ പാലിച്ചു ജീവിക്കുന്ന ആ നിഷ്കളങ്ക ഭക്തന്മാരിൽ തിരു ഉദയം ഉണ്ടാകുമ്പോൾ, ആ പരമാത്മാവിന്റെ ഉദയം ഉണ്ടാകുമ്പോൾ ആത്മാവെന്നത് മാറി ഗുരുവെന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ്. ആ പരമാത്മ ചൈതന്യോട് തിളങ്ങുകയാണ്. അപ്പോൾ ആത്മബോധ ഉദയം എന്നത് നാമസങ്കീർത്തനമാവുകയാണ്. ഓ ആത്മബോധോദയം തന്നെ നാമസങ്കീർത്തനമെന്നോ ആത്മബോധോദയം തന്നെ നാമസങ്കീർത്തനമെന്നോ നാമസങ്കീർത്തനമെന്നാൽ അത് ആത്മബോധോദയം തന്നെ. നാമസങ്കീർത്തനമെന്നാൽ അത് ആത്മബോധോദയം തന്നെ.
പരമാത്മ ഉദയത്തെ കണ്ടു എന്നും ആനന്ദ ജീവിതം തന്നെ. ആ നാമമെന്നാലതു ഗുരുവേ എന്നും ഗുരുകർമ്മം ചെയ്യുക മർത്യ. ആ നാമമെന്നാലതു ഗുരുവേ എന്നും ഗുരുകർമ്മം ചെയ്യുക മർത്യ. ആ ഗുരുകർമ്മം ചെയ്യുന്ന മർത്യൽ എന്നും ഈശ്വര രൂപമായി തീരും. ഗുരുകർമ്മം ചെയ്യുന്ന മർത്യൽ സദാ ഈശ്വര രൂപമായി തീരും. ഈശ്വര ചൈതന്യമുള്ളിൽ നിന്ന് ഉള്ളിലേക്കെന്നും വമിക്കും. ഈശ്വര ചൈതന്യമുള്ളിൽ നിന്നും ഉള്ളിലേക്കെന്നും വമിക്കും. ഈശ്വര ചൈതന്യമുള്ളിൽ നിന്നും ഉള്ളിലേക്കെന്നും വമിക്കും. ഈ വിധം കർമ്മങ്ങൾ ചെയ്താൽ അതു നാമസങ്കീർത്തനം തന്നെ. ഈ വിധം കർമ്മങ്ങൾ ചെയ്താൽ അതു നാമസങ്കീർത്തനം തന്നെ. ഈ വിധം കർമ്മങ്ങൾ ചെയ്താൽ അതു നാമസങ്കീർത്തനം തന്നെ. ആത്മബോധോദയമെന്നും അതു നാമസങ്കീർത്തനമാകും. ആത്മബോധോദയമെന്നും അതു നാമസങ്കീർത്തനമാകും. സദ്ഗുരു വാഴ്ചയാലെന്നും ആത്മലോകത്തെ ആനന്ദമാക്കും. സദ്ഗുരു വാഴ്ചയാലെന്നും ആത്മലോകത്തെ ആനന്ദമാക്കും. വളരെ വിശദീകരിച്ച് ചിന്തിച്ച് കീർത്തിക്കേണ്ട ഒരു കീർത്തനമാണ്. വളരെ വിശദീകരിച്ച് ചിന്തിച്ച് കീർത്തിക്കേണ്ട ഒരു കീർത്തനമാണ്. ഇതിൽ പല വിധത്തിലുള്ള സംശയങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. പല വിധത്തിലുള്ള സംശയങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. ആ സംശയങ്ങൾ ദൂരീകരിച്ചുകൊണ്ട് കീർത്തിക്കുവാൻ പരിശീലിക്കുക. ആ സംശയങ്ങൾ ദൂരീകരിച്ചുകൊണ്ട് കീർത്തിക്കുവാൻ പരിശീലിക്കുക. കാരണം ഉള്ളിൽ നിന്ന് ഉള്ളിലേക്ക് എന്നൊക്കെ പറയുമ്പോൾ ഉള്ളിൽ നിന്ന് ഉള്ളിലേക്ക് പല സംശയങ്ങളും തോന്നാം. സംശയങ്ങൾ തോന്നാം. ഇപ്പം ഞാനത് വിശദീകരിക്കുന്നില്ല. ആവശ്യമുള്ളവർ അന്വേഷിച്ച് മനസ്സിലാക്കിക്കൊള്ളുക. ആവശ്യമുള്ളവർ അന്വേഷിച്ച് മനസ്സിലാക്കി അറിവുള്ളവരിൽ നിന്ന് അതിന്റെ പ്രത്യേകമായ ആ ചിന്താഗതികളെ മനസ്സിലാക്കിക്കൊണ്ട് അത് കീർത്തിക്കുക. അറിവുള്ളവരിൽ നിന്ന് അതിന്റെ പ്രത്യേകമായ ചിന്താഗതികളെ മനസ്സിലാക്കിക്കൊണ്ട് അത് കീർത്തിക്കുക. ഉന്നതമായ നാമസങ്കീർത്തനം ഈ ലോകത്തിലേക്ക് അവതരിപ്പിച്ചുകൊണ്ട് സമ്പൂർണ്ണാവതാരമായി ശുഭാനന്ദ രൂപം വാഴുകയാണ്. താൻ സ്ഥാപിച്ച സ്ഥാപനത്തിന്റെ പേരാണ് ആത്മബോധോദയ സംഘം. ആ ഇത് രണ്ടും ഒന്ന് തന്നെയാണെന്നുള്ള സത്യമാണ് ഈ കീർത്തനത്തിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. നാമസങ്കീർത്തനം എന്ന് പറയുന്നത് എന്താണെന്ന് കലിയുഗ വ്യവസ്ഥ കേട്ടിട്ടുള്ളവർക്ക് അറിയാം. ആത്മബോധോദയം എന്താണെന്ന് ഗ്രന്ഥം പഠിച്ചിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ ക്ലാസ്സുകളിൽ പങ്കെടുത്തിട്ടുള്ളവർക്ക് അറിയാം. ആത്മാവ്, ബോധം, ഉദയം ഇങ്ങനെ 3 വാക്കുകൾ ചേർത്താണ് ആത്മബോധോദയം പറയുന്നത്. അതുപോലെ തന്നെ 3 വാക്കുകൾ ചേർത്താണ് നാമസങ്കീർത്തനവും പറയുന്നത്. പക്ഷേ അതിന്റെ വ്യവസ്ഥാപിതമായ മാറ്റം എങ്ങനെയെന്ന്, ഏത് വിധത്തിലാണ് നാമസങ്കീർത്തനമായി മാറുന്നത് എന്ന് അത് ചിന്തയുള്ളവർക്കേ ബോധ്യപ്പെടുകയുള്ളൂ. നിയമമുള്ളവർക്കേ ബോധ്യപ്പെടുകയുള്ളൂ. നിയമത്തിൽ കൂടി ജീവിച്ച് ആപത്തൊഴിഞ്ഞ് ആനന്ദിക്കുവാൻ തന്ന ഈ സ്വർഗീയ നിയമത്തെ കളങ്കം കലരാതെ സൂക്ഷിച്ച്
കൈകാര്യം ചെയ്താൽ കളങ്കം കലരാതെ സൂക്ഷിച്ച് കൈകാര്യം ഓ ചെയ്താൽ എന്നും സ്വർഗമാണ്, എന്നും സ്വർഗമാണ്, എപ്പോഴും സ്വർഗമാണ്, എപ്പോഴും സ്വർഗമാണ്, എവിടെ ഇരുന്നാലും സ്വർഗമാണ്, എവിടെ ഇരുന്നാലും ആരോട് കൂടി ഇരുന്നാലും സ്വർഗമാണ്. ആരോട് കൂടി ഇരുന്നാലും അങ്ങനെ സ്വർഗ്ഗമാണ്. സ്വർഗം എന്നും അനുഭവിക്കുവാൻ അങ്ങനെ സ്വർഗം എന്നും സ്വർഗപിതാവ് അനുവദിച്ചിരിക്കുന്ന ഈ മഹാഭാഗ്യം, സ്വർഗപിതാവ് അനുവദിച്ചിരിക്കുന്ന ഈ മഹാഭാഗ്യം ലോകാന്ത്യം വരെ തന്റെ വാഴ്ച അനുയോജ്യമായ ദേഹങ്ങളിൽ കൂടി കാണുമെന്ന് അറിയിച്ച പ്രകാരം ലോകാന്ത്യം വരെ തന്റെ തിരുവാഴ്ച അനുയോജ്യമായ ദിവ്യദേഹങ്ങളോട് കാണപ്പെടുമെന്നുള്ള അറിയിച്ച ദൈവപ്രകാരം മാറ്റമില്ലാതെ ഇന്നും വാഴുകയാണ്. മാറ്റമില്ലാതെ ഇന്നും വാഴുക. ഇങ്ങനെ വാഴുന്നു എന്ന അനുഭവമുള്ളവരെല്ലാം ഒന്ന് കൈയടിച്ചു കേട്ടാ. അപ്രകാരം വിശ്വസിച്ച് ആശ്രയിക്കുന്ന ഓരോ മർത്യജന്മങ്ങളും ഭഗവാൻ എന്നും വാഴണമേ എന്ന ആഗ്രഹമുണ്ട്. ആ വിധത്തിൽ പ്രാർത്ഥിക്കുന്ന അനേകം സത്തുക്കളായ സജ്ജനങ്ങളുണ്ട്. അവരുടെ എല്ലാം പ്രാർത്ഥനകളെ സ്വീകരിച്ചുകൊണ്ടാണ് മഹാശക്തി ലോകത്തിൽ വാഴുന്നത്. എന്നാൽ ഇതൊന്നും അറിയാതെയും ഇതിന്റെ മഹത്വങ്ങളോ ദൈവവാഴ്ച എങ്ങനെ ആയിരുന്നുവെന്നോ എങ്ങനെയാണ് ലോകത്തിലേക്ക് സംഭവിച്ചതെന്നോ എങ്ങനെയാണ് ലോകത്തിൽ നിലനിൽക്കുന്നതെന്നോ ഏത് പ്രകാരത്തിലാണ് ഇതിനെ കരുതേണ്ടതെന്നോ ഒന്നും അറിയാത്ത അനേകം സാധുക്കൾ നമ്മുടെ കൂടെ ഉണ്ട്. അത് അഹങ്കാരം കൊണ്ടല്ല, അവരിൽ അതിനുള്ള അറിവില്ലാത്തത് കൊണ്ടാണ്. നമ്മളിൽ ഈ ആദർശത്തിന്റെ വളർച്ച അതിന്റെ പ്രധാനമായ അവസ്ഥയിലേക്ക് എത്തിച്ചേരണമെങ്കിൽ നമുക്കിതിനെ അറിയാനുള്ള ഒരു ആഗ്രഹം പൂർണ്ണമായും ശക്തമായും ഉണ്ടാവണം. അതിന്റെ വ്യവസ്ഥകളെ എനിക്ക് അറിയണമെന്ന പൂർണ്ണമായ ശക്തമായ ഒരു തീരുമാനം, ഒരു അന്വേഷണ ബുദ്ധി ഉണ്ടാവണം. അതൊരു ആർത്തിയായി വരണം. അങ്ങനെ ആർത്തിയായ അന്വേഷണം നിൽക്കുമ്പോ ആ സംശയങ്ങളെ ദൂരീകരിക്കുവാനുള്ള ഉപാധികളെ നിന്റെ മുന്നിലേക്ക് ദൈവം കൊണ്ടുവരും. അത് പല പ്രകാരത്തിൽ കൊണ്ടുവരും. അതിൽ ഏറ്റവും വിശിഷ്ടമായ ഒരു അവസ്ഥയാണ് ദൈവ ഗുണങ്ങളെ വർണ്ണിച്ചു കേൾക്കുക. അത് സജ്ജനങ്ങളിൽ നിന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എപ്പോഴും എല്ലാത്തിലും കുറവുകൾ കാണുന്ന ഒരു ജീവിത രീതിയാണ് ഇപ്പോൾ മനുഷ്യരുടെ ഇടയിലുള്ളത്. എവിടോട്ട് നോക്കിയാലും അത് മാത്രമേ കാണാനുള്ളൂ. എത്ര സന്തോഷമുള്ള കാര്യങ്ങൾ പറഞ്ഞാലും എന്തെങ്കിലുമൊക്കെ ഉടക്ക് പറയുന്ന ചില ആളുകളുണ്ട്. ആ ആളുകളോട് ഭക്ത അല്ലെങ്കിൽ ഭക്തേ നിങ്ങളെ പറ്റി ഇന്ന പോലെ പറഞ്ഞല്ലോ, ഓ ഇല്ല അതെല്ലാം ഒഴുങ്ങി അങ്ങ് ശാന്തമാകും. ആ ആളിനെ പറ്റിയുള്ള 4-5-6 കുറ്റമൊക്കെ പറഞ്ഞ് സന്തോഷമായിട്ട് അങ്ങ് നിൽക്കും. ഭഗവാന്റെ കാര്യങ്ങളോ ആദർശത്തിന്റെ കാര്യങ്ങളോ ആത്മാവിന് ഗുണമുണ്ടാകുന്ന കാര്യങ്ങളോ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരിക്കലും ആ ആളിന് ഒരു സുഖവും തോന്നുകയില്ല, നമ്മളോടൊരു പ്രതിബദ്ധതയും തോന്നുകയില്ല. ഇങ്ങനെ എന്തെങ്കിലും പറയാൻ വളരെ സന്തോഷമാണ്. ആ ആളിനെ പറ്റി 10 കുറ്റം ഇങ്ങോട്ടും പറഞ്ഞ് സന്തോഷമായിട്ട് അങ്ങ് പോകും. പക്ഷെ എന്തെങ്കിലും പ്രയോജനം 2 കൂട്ടർക്കും ഉണ്ടോ? ഒരു പ്രയോജനമുണ്ട്. കുറച്ചുകൂടി ഭാരം അകത്തേക്ക് വഹിക്കാം. ഭാരമില്ലാത്ത അവസ്ഥയിലേക്ക് നിങ്ങളെ എത്തിക്കുവാനാണ് ദൈവം ഈ പെടാപ്പാട് വിടുന്നത്. ആ ഭാരമില്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്? കർമ്മഫലങ്ങളും കർമ്മബന്ധങ്ങളും ഇല്ലാത്ത അവസ്ഥയാണ്. ആ അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ ദൈവം എത്രത്തോളം നമ്മുടെ കൂടെ നിന്ന് പ്രവർത്തിച്ചാൽ മതിയാകുമെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കണം. ആ ഉദാഹരണം പറഞ്ഞാൽ പണ്ട് ഒരു കുരങ്ങ് അപ്പം പങ്കുവെച്ചു. ഇപ്പൊ കുഞ്ഞുങ്ങൾ 2 പേരാണുള്ളത്. അതിന് കൊടുക്കാൻ വേണ്ടി ഒരു അപ്പം കിട്ടി, 2ആയിട്ട് മുറിച്ചു. അപ്പൊ ഒരെണ്ണം വലുതായി പോയി, ഒരെണ്ണം ചെറുതായി പോയി. അവര് തമ്മിൽ വഴക്കിടും. അപ്പൊ എന്റെ വലുതിനൊരു കടി കൊടുത്തു. അപ്പൊ അതെന്തോ ആയി? അത് ചെറുതായി. അപ്പൊ ഇത് വലുതായി. അപ്പൊ ഇല്ല വലുതെടുത്ത് വീണ്ടും കടിച്ചു. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു വന്നപ്പോ തുല്യം വരുത്തി വന്നപ്പോ ഈ ഇത് അളന്നു കുറിച്ച ആളിനെ കഴിക്കാനുള്ളൂ, കൊടുക്കാനൊന്നും ഇല്ലാതായി. ലോകത്തിലെ കർമ്മങ്ങളെല്ലാം അങ്ങനെയാണ്. ആ കുറവ് നികത്താൻ വേണ്ടി ചെയ്യുമ്പോൾ അത് കൂടുതലായി പോകും, ഗുണത്തിന് വേണ്ടി ചെയ്യുമ്പോൾ ദോഷമായി പോകും. കാരണം ഇതിന്റെ യാതൊരു സന്തുലിതാവസ്ഥയും ഒരു മനുഷ്യനിൽ സ്വയബോധം ഇല്ല. ഇത് എത്തിക്കുവാനാണ്, ഈ ആന്തരികമായ ബോധം എത്തിക്കുവാനാണ് മഹാശക്തി ബോധമായി അവതരിച്ചിരിക്കുന്നത്.
ആത്യന്തികമായ ബോധം എത്തിക്കുവാനാണ് മഹാശക്തി ബോധമായി ആ അവതാരം അറിയിക്കുന്ന അറിവിൽ കൂടി ജീവിതം ചെയ്യുമ്പോൾ അറിയിക്കുന്ന അറിവിൽ കൂടി ജീവിതം ചെയ്യും. ബോധം ആത്മാവിൽ ഭവിക്കും. ബോധമാത്മാവിൽ ആ ബോധം ആത്മാവിൽ ഭവിക്കുമ്പോഴാണ് ബോധകർമ്മങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. ബോധമാത്മാവിൽ ഭവിക്കുമ്പോഴാണ് ബോധകർമ്മങ്ങൾ അപ്പോഴാണ് കർമ്മബന്ധങ്ങളും കർമ്മഫലങ്ങളും ഇല്ലാതാകുന്നത്. അപ്പോഴാണ് കർമ്മബന്ധങ്ങളും കർമ്മഫലങ്ങളും ഇല്ലാതാകുന്നത്. വഴിയാത്രക്കാരെ പോലെ വന്നു കയറി ഇങ്ങനെ പോകുന്നു എന്നുള്ള സത്യം പോലും പലരും തിരിച്ചറിയുന്നില്ല. വഴിയാത്രക്കാരെ പോലെ ഇങ്ങനെ വന്നു കയറി പോകുന്നു എന്നുള്ള സത്യം പോലും പലരും തിരിച്ചറിയുന്നില്ല. ആ ഭഗവാൻ ശ്രീരാമാവതാര കാലത്ത് ലക്ഷ്മണനോട് പറഞ്ഞു, ഭഗവാൻ ശ്രീരാമാവതാര കാലത്ത് ലക്ഷ്മണനോട് പറഞ്ഞു, പാന്ധർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ. പാന്ധർ പെരുവഴി അമ്പലം തന്നിൽ താന്തരായി കൂടി വിയോഗം വരും പോലെ. അതാണ് സത്യം. അതാണ് സത്യം. കാരണം ഈ വന്നതും പോയതും ഒക്കെ പലപ്പോഴും വന്നതും പോയതുമാണ്. ഈ വന്നതും പോയതും ഒക്കെ പലപ്പോഴും വന്നതും ഓ പോയതും. എന്റെ ഭാര്യ എന്റെ ഭർത്താവ് എന്നൊക്കെ അങ്ങോട്ട് പറയുന്ന കേട്ടാൽ എന്റെ ഭാര്യ എന്റെ ഭർത്താവ് എന്നൊക്കെ അങ്ങോട്ട് പറയുന്നത് സൃഷ്ടിച്ച സൃഷ്ടാവില്ലാത്ത ബന്ധമാണ് ചില ആളുകൾ തമ്മിൽ കാണിക്കുന്നത്. സൃഷ്ടിച്ച സൃഷ്ടാവില്ലാത്ത ബന്ധമാണ് ചില ആളുകൾ തമ്മിൽ കാണിക്കുന്നത്. സൃഷ്ടാവിനോട് അത്രയും ബന്ധമില്ല. സൃഷ്ടാവിനോട് അത്രയും ബന്ധം ഈ പരസ്പരം കണ്ടുമുട്ടുമ്പോഴുള്ള ബന്ധമാണ്. പരസ്പരം കണ്ടുമുട്ടുമ്പോഴുള്ള ബന്ധമാണ്. ആ ഒരു രാത്രി കഴിഞ്ഞുകൂടാൻ ഒരു സത്രത്തിൽ പലരും ഒത്തുചേർന്നിരിക്കുമ്പോ ഒരു സത്രത്തിൽ കഴിഞ്ഞുകൂടാൻ രാത്രിയിൽ പലരും ചേർന്ന് ഒരു സത്രത്തിൽ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. എല്ലാവരും കൂടി ഭക്ഷണം അവരവർക്ക് ഇഷ്ടമുള്ള കഥകൾ പറയുന്നു. അവർക്ക് ഇഷ്ടമുള്ള കഥകൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങുന്നു. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് രാവിലെ എണീച്ച് 4 പേര് 4 വഴിക്ക് പോകുന്നു. രാവിലെ എഴുന്നേറ്റ് 4 പേര് 4 വഴിക്ക് പോകും. ഇതുപോലെ ഉള്ളൂ ഈ ലോക ജീവിതം എന്ന് തിരിച്ചറിയുവാനുള്ള ഒരു ബോധം ഉണ്ടായാൽ, ഇതുപോലെ ലോക ജീവിതം ഒന്ന് തിരിച്ചറിയുവാനുള്ള ഒരു ബോധം ഈ നശ്വരതയിലൊന്നും കിടന്ന് അങ്ങനെ കുഴങ്ങി മറിയുകയില്ല. നശ്വരതയൊന്നും കിടന്ന് അങ്ങനെ കുഴങ്ങി മറിയുകയില്ല. ഇത്രയും ഭാരമൊന്നും ആർക്കും ഉണ്ടാവുകയുമില്ല. ഭാരമൊന്നും ആർക്കും ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ ബോധം വരുത്തുവാനാണ്, അതുകൊണ്ട് ഈ ബോധം വരുത്തുവാനാണ്, ഭേദചിന്തയില്ലാത്ത ഒരു ഏകത്വമായ ബോധം ഇല്ലാത്ത ഒരു ഏകത്വമായ ബോധം ആത്മാവിൽ വരുത്തുവാനാണ് ഏകനാഥനാകുന്ന ജഗദീശ്വരൻ അവതരിച്ചു വന്നത്. ആത്മാവിൽ വരുത്തുവാനാണ് ഏകനാഥനാകുന്ന ജഗദീശ്വരൻ. അതുകൊണ്ട് നമ്മൾ ഗുരുവിന്റെ ഹിതാനുവർത്തികളായി നിന്ന് ജീവിച്ചെങ്കിലേ ഇതെല്ലാം ഭവിക്കുകയുള്ളൂ. അപ്പൊ ദുഃഖമില്ലാത്ത അവസ്ഥയിൽ ആത്മാവ് എത്തിച്ചേരണമെങ്കിൽ, ഭാരമില്ലാത്ത അവസ്ഥയിൽ ആത്മാവ് എത്തിച്ചേരണമെങ്കിൽ തിരുവിഷ്ടമറിഞ്ഞ് ജീവിതം ചെയ്യണം. തിരുവിഷ്ടം അറിയിക്കുവാനും ഓ തിരുവവതാരം സംഭവിച്ചിരിക്കുന്നു എന്ന സത്യമുള്ളിൽ ബോധ്യം വന്നാൽ ആത്മസുഖം ആഗ്രഹിക്കുന്ന ആത്മാക്കൾക്കെല്ലാം ആത്മനാഥൻ വാഴണമെന്ന ആഗ്രഹമുണ്ട്. അപ്പൊ ഈ ബോധത്തിലെത്തിയവർക്കെല്ലാം ആത്മനാഥൻ വാഴണമെന്ന് ആഗ്രഹമുണ്ട്. എന്താ കാരണം? ഈ ബോധത്തിലേക്ക് എത്തിക്കുവാൻ ഗുരുവിനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല. അപ്പോ പരമ്പരയായി വന്നു ചേരുന്നവർക്ക് ഇത് കിട്ടണമെങ്കിൽ ഗുരുവിന്റെ വാഴ്ച വേണം. എന്നിൽ ഇനിയും എന്തെങ്കിലും അറിവുകേടുണ്ടെങ്കിൽ അത് തുടച്ചു നീക്കണമെങ്കിൽ ഗുരുവിന്റെ ചൈതന്യം വേണം. ഈ തിരിച്ചറിവോടുകൂടി ജീവിക്കുന്നവർക്ക് ഓ ഗുരുവിനെ കൂടാതെ ലോകത്തിൽ മറ്റൊന്നിനോട് ഒരു ബന്ധവും ഉണ്ടാവുകയില്ല. ആ പരസ്പരം നിങ്ങൾ ബന്ധിച്ചും ഒന്നിച്ചും ജീവിക്കുന്നവരെ, നിങ്ങൾ ഒരു സത്യം തിരിച്ചറിയുക. നിങ്ങൾ ഗുരുവിൽ നിന്നുണ്ടായതും ഉണ്ടായ ലോകത്തിൽ വസിക്കുന്നവരുമാണ്. ഇതെല്ലാം ഇല്ലാതെയാകുന്നതും ഉള്ളവരിലേക്ക് തിരിച്ചെത്തുന്നതുമാണ്. ആ ഉള്ളവനിലേക്കുള്ള യാത്രയാണ് യഥാർത്ഥമായ ആത്മീയ യാത്ര. അതിന് തടസ്സം നിൽക്കുന്ന ഒന്നിനെയും നിങ്ങൾ കരുതരുത്. അതിന് വിഘാതമായി നിൽക്കുന്ന ഒന്നിനെയും നിങ്ങൾ കരുതരുത്. അത് ചെറുതാവട്ടെ വലുതാവട്ടെ, എന്ത് വിലപിടിപ്പുള്ളതാവട്ടെ, എന്റെ ഗുരുവിലേക്കുള്ള യാത്രയിൽ തടസ്സമാകുന്നുവെന്ന് കണ്ടാൽ ഓ ശത്രുവാകുന്ന മായയെ അങ്ങ് സംഹരിക്കണേ ദൈവമേ എന്ന അപേക്ഷയോടുകൂടി അതിനെ നിർമാർജനം ചെയ്യുവാൻ പരിശ്രമിക്കുക. അവിടെ യാതൊരു
പ്രതിബദ്ധതയും അതിനോട് പുലർത്തേണ്ടുന്ന ആവശ്യമില്ല. അല്ലാതെ യാതൊരു പ്രതിബദ്ധതയും അതിനോട് പുലർത്തേണ്ടുന്നതിന് ആവശ്യമില്ല. അങ്ങനെ തീരുമാനം ചെയ്യുവാൻ കഴിയുന്നവർക്ക് മാത്രമേ ഗുരുശിഷ്യ ബന്ധത്തിൽ ഏകോപിച്ചു പോകാൻ കഴിയുള്ളൂ. അങ്ങനെ തീരുമാനം ചെയ്യുവാൻ കഴിയുന്നവർക്ക് മാത്രമേ ഗുരുശിഷ്യ ബന്ധത്തിൽ ഏകോപിച്ചു പോകാൻ. അങ്ങനെ ഗുരുശിഷ്യ ബന്ധത്തിൽ ജീവിക്കുന്ന ഇപ്പോൾ ആത്മബോധോദയ സംഘാംഗങ്ങളായിരിക്കുന്ന അങ്ങനെ ഗുരുശിഷ്യ ബന്ധത്തിൽ ജീവിക്കുന്ന ഇപ്പോൾ ആത്മബോധോദയ സംഘാംഗങ്ങളായിരിക്കുന്ന എല്ലാ സന്താനങ്ങളും ഒത്തുചേർന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. എല്ലാ ഭഗവത് സന്താനങ്ങളും ഒത്തുചേർന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. ഇതാ 27 പ്രതിനിധികളെ നിർത്തിക്കൊണ്ട് നിർവഹിക്കുന്ന 27 ആചാര്യ സ്തുതി. ഇതാ 27 പ്രതിനിധികളെ നിലനിർത്തിക്കൊണ്ട് നിർവഹിക്കുന്ന 27 ആചാര്യ സ്തുതി. 27 നക്ഷത്രങ്ങളിലായി ജന്മമെടുത്ത് കർമ്മമെടുക്കുന്ന സർവചരാചരങ്ങൾക്കും 27 നക്ഷത്രങ്ങളിലായി ജന്മമെടുത്ത് കർമ്മമെടുക്കുന്ന സർവ്വചരാചരങ്ങൾക്കും ദർശന ഭാഗ്യം ഉണ്ടാകുന്നത് ഗുരുവിന്റെ വാഴ്ച മൂലമാണ്. ദർശന ഭാഗ്യം ഉണ്ടാകുന്നത് ഗുരുവിന്റെ നിർവ്വാഹം. അവരെ എല്ലാവരെയും പ്രതിനിധീകരിച്ചുകൊണ്ടാണ് 27 പേർ നിലനിന്ന് പ്രാർത്ഥിക്കുന്നത്. അവരെ എല്ലാവരെയും പ്രതിനിധീകരിച്ചുകൊണ്ടാണ് 27 പേർ നിലനിന്ന് പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥന ഈശ്വരൻ സ്വീകരിക്കുമാറാകട്ടെ. പ്രാർത്ഥന ഈശ്വരൻ സ്വീകരിക്കുമാറാകട്ടെ. ഈശ്വരൻ സ്വീകരിക്കത്തക്ക വിധം എല്ലാം ഒരുക്കപ്പെടുമാറാകട്ടെ. ഈശ്വരൻ സ്വീകരിക്കത്തക്ക വിധമെല്ലാം ഒരുക്കപ്പെടുമാറാകട്ടെ. മഹാശക്തിയും ദേവീദേവന്മാരും ദൂതപരമ്പരകളും ഒത്തുചേർന്ന് ആനന്ദിക്കുമാറാകട്ടെ. മഹാശക്തി ദേവീദേവന്മാരും ദൂതപരമ്പരകളും ഒത്തുചേർന്ന് ആനന്ദിക്കുമാറാകട്ടെ. സർവപ്രപഞ്ച പ്രകൃതികൾക്കും സർവപ്രപഞ്ച പ്രതികൾക്കും ഉത്ഭവകാരണ രൂപനാകുന്ന മഹാശക്തിയെ ഇപ്രകാരം ഒരു മർത്യാകൃതിയിൽ ലോകത്തിൽ വെച്ച് കാണുവാൻ കിട്ടിയ ഭാഗ്യം ഇപ്രകാരം മധ്യാകൃതിയിൽ ലോകത്തിൽ വെച്ച് കാണുവാൻ കിട്ടിയ മഹാഭാഗ്യം അതൊരു മഹാഭാഗ്യമായി കാണുന്നവരെല്ലാം അതിനായി പ്രാർത്ഥിക്കുക. അത് മഹാഭാഗ്യമായി കാണുന്നവരെല്ലാം അതിനായിട്ട് പ്രാർത്ഥിക്കുക. അങ്ങനെ കാണുന്നവരെല്ലാം ഒന്ന് കൈയടിച്ചു കേട്ടാ കൊള്ളാം. ആ വിധത്തിൽ ഒത്തുചേർന്ന് ജീവിക്കുന്ന എല്ലാ സന്താനങ്ങളും എല്ലാ ഭഗവത് ഈ ചൊവ്വാഴ്ച പ്രഭാതം മുതൽ ഈ ചൊവ്വാഴ്ച പ്രഭാതം ഞായറാഴ്ച മധ്യാഹ്നം വരെ നടക്കുന്ന ഞായറാഴ്ച മധ്യാഹ്നം വരെ നടക്കുന്ന ആ പ്രത്യേക സ്തുതിയെ കുറിച്ച് ചിന്തിച്ചും ആ ഭവനങ്ങളിൽ തന്നെ പ്രത്യേക അനുഷ്ഠാനങ്ങളോടുകൂടിയും ഭവനങ്ങളിൽ തന്നെ പ്രത്യേക അനുഷ്ഠാനങ്ങളോട് കൃത്യമായും സത്യമായും ജീവിതം ചെയ്യുക. സത്യമായും ജീവിതം ചെയ്യുക. മഹാശക്തി എല്ലാ ഭവനങ്ങളിലും എഴുന്നള്ളുമാറാകട്ടെ. ഈ സ്തുതിയുടെ അന്തർചൈതന്യ തിളക്കം എല്ലാ രാജ്യങ്ങളിലുള്ള എന്റെ സന്താനങ്ങളിൽ അനുഭവപ്പെടുമാറാകട്ടെ. എല്ലാ രാജ്യങ്ങളിലും സന്താനങ്ങളെ സമ്പാദിക്കുവാനും വീണ്ടെടുക്കുവാനും രക്ഷിക്കുവാനും ആനന്ദ രാജ്യമാക്കി തീർക്കുവാനും അവിടെ എല്ലാം ആദർശ സ്ഥാപനങ്ങൾ ഉയർത്തുവാനും തീരുമാനിച്ചുകൊണ്ടാണ് ഞാൻ ഈ ലോകത്തിൽ വാഴുന്നത്. അത് നിങ്ങൾ ഓരോ രാജ്യങ്ങളിലും അനുഭവപ്പെടുമാറാകട്ടെ. ആത്മബോധോദയ സംഘത്താൽ ഭരിക്കപ്പെടുന്ന ആത്മലോകം ഉണ്ടാകട്ടെ. ആത്മലോകം ആനന്ദ ലോകമാകട്ടെ. അതിനായി ജഗദീശ്വരൻ വാഴുമാറാകട്ടെ. ഈ പൂരം ഭക്തനാൾ സുദിനത്തിൽ ഉന്നതനാകുന്ന ദൈവത്തിന്റെ മഹാകാരുണ്യത്താൽ ഇത്രയും സന്താനങ്ങൾ ഏകോപിച്ചിരുന്നുകൊണ്ട് ഈ വിധം ഒരു ആരാധന നടത്തുവാൻ അനുവദിച്ച മഹാശക്തി
ശബ്ദവുമാണ്. അനുവദിച്ച മഹാകാരുണ്യവും തിരുശബ്ദവും ലോകാന്ത്യം വരെ എന്റെ ഭക്തലോകത്തെ രക്ഷിക്കുവാൻ ഞാൻ ഈ ലോകത്തിൽ വാഴും. ഭക്തലോകത്തെ രക്ഷിക്കുവാൻ എന്റെ ഭക്തലോകത്തെ രക്ഷിക്കുവാൻ ഞാൻ ഈ ലോകത്തിൽ വാഴും. ഭക്തലോകത്തെ രക്ഷിക്കുവാൻ ഭഗവാൻ ഈ ലോകത്തിൽ അപ്രകാരം തീരുമാനിച്ച തീരുമാനം പ്രകാരം തീരുമാനിച്ച ഇന്നും നിങ്ങൾക്ക് അനുഭവമാകുന്നു എന്ന് ബോധ്യമുള്ളവരൊന്ന് കൈയുയർത്തി കണ്ടാക്കൊള്ളാം. വാഴട്ടെ വാഴട്ടെ സർവശക്തി ആത്മലോകത്തിനായി വാഴട്ടെ. വാഴട്ടെ വാഴട്ടെ സർവശക്തി ആത്മലോകത്തിനായി വാഴട്ടെ. വാഴട്ടെ വാഴട്ടെ സർവശക്തി ആത്മലോകത്തിനായി വാഴട്ടെ. ആ സമ്പൂർണ്ണ സർവശക്തി സമ്പൂർണ്ണ സർവശക്തി പ്രത്യക്ഷമായി നിന്നുകൊണ്ടാണ് പ്രത്യക്ഷമായി ഈ നിന്നുകൊണ്ട് കർമ്മങ്ങളെല്ലാം നിർവഹിക്കുന്നത്. കർമ്മങ്ങളെല്ലാം നിർവഹിക്കുന്നു. അതുകൊണ്ടാണ് ആത്മലോകം ആർത്തിയോടെ വന്നു ചേരുന്നത്. അതുകൊണ്ടാണ് ആത്മലോകം ആർത്തിയോടെ മുടക്കം കൂടാതെ ഓരോ കർമ്മങ്ങളും നടക്കുന്നത്. മുടക്കം കൂടാതെ കർമ്മങ്ങൾ നടക്കുന്നത്. ഈ മഹാദേവാലയത്തിന്റെ മുൻപിലായി ഈ മഹാദേവാലയത്തിന്റെ മുമ്പിലാണ് ഇപ്രകാരം ഒരു മഹാഗോപുരം നിർമ്മിക്കുവാനുള്ള കൽപ്പനയും അതിനുള്ള ദർശനങ്ങളും ഒക്കെ ഉണ്ടായ സമയത്ത് മഹാഭവനം നിർമ്മിക്കുവാനുള്ള തിരുകൽപ്പനയും മഹാദർശനങ്ങളും ഒക്കെ ഉണ്ടായ സമയത്ത് ഇതിന്റെ യാതൊരു കാര്യത്തിനുമുള്ള ധനം സ്വരൂപിച്ചു വെച്ചുകൊണ്ടല്ല ഇത് ആരംഭം കുറിച്ചത്. അതിന്റെ യാതൊരു വിധത്തിലുള്ള ധനവും സ്വരൂപിച്ചു വെച്ചുകൊണ്ടല്ല ഇതിന്റെ ആരംഭം. പല കാര്യങ്ങളും മനസ്സിൽ ഉദ്ദേശിച്ചു. പല കാര്യങ്ങളും മനസ്സിൽ ഉദ്ദേശിച്ചു. വിലപിടിപ്പുള്ള പലതും കൈകാര്യം ചെയ്ത് പൂർത്തീകരിക്കാമെന്ന് തീരുമാനിച്ചു. വിലപിടിപ്പുള്ള പലതും കൈകാര്യം ചെയ്ത് പൂർത്തീകരിക്കാമെന്ന് തീരുമാനിച്ചു. കാരണം കൽപ്പന പാലിക്കേണ്ടത് കടമയാണ്, ആത്മലോകത്തിന്റെ കർത്തവ്യമാണ്. കൽപ്പന പാലിക്കേണ്ടത് കടമയാണ്, ആത്മലോകത്തിന്റെ കർത്തവ്യമാണ്. അത് പൂർത്തീകരിച്ചേ മതിയാവൂ, അത് പൂർത്തീകരിച്ചാൽ അല്ലെങ്കിൽ അത് ശാപമായി പോകും. നിങ്ങൾ ശാപമായി പോകും. അതുകൊണ്ട് അത് ഏത് വിധത്തിലും പൂർത്തീകരിക്കണമെന്നുള്ള തീരുമാനത്തോടുകൂടി അതുകൊണ്ട് ഏത് വിധത്തിൽ പൂർത്തീകരിക്കുമെന്നുള്ള നിർദ്ദേശം അതിന് ഇറങ്ങി പുറപ്പെട്ടപ്പോൾ അഥവാ അതിന് തുടക്കം കുറിച്ചപ്പോൾ എന്റെ സന്താനങ്ങൾ വലിയ സമ്പത്തുള്ളവരൊന്നും അല്ല ഇപ്പോഴും ആത്മബോധോദയ സംഘത്തിലുള്ളത്. വലിയ സമ്പത്തൊന്നുമുള്ളവരല്ല ഇപ്പോഴും ആത്മബോധം. അവര് കൂട്ടിവെച്ച ചെറിയ 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 തുകകൾ കൊണ്ടുവന്ന് കൂട്ടിവെച്ച ചെറിയ ചെറിയ തുകകൾ കൊണ്ടുവന്ന് എന്റെ നാവ് കൊണ്ട് ഞാൻ ആരോടും ആവശ്യപ്പെട്ടില്ല എങ്കിലും ആരോടും ആവശ്യപ്പെട്ടില്ല എങ്കിലും എന്റെ സന്താനങ്ങൾ അവരുടെ മനസ്സിൽ കണ്ടറിഞ്ഞതെല്ലാം കൊണ്ടുവന്ന് സമർപ്പിച്ച് മനസ്സിൽ കണ്ടറിഞ്ഞതെല്ലാം സന്താനങ്ങൾ കൊണ്ടുവന്ന് സമർപ്പിച്ച് ഇതുവരെയും മുടക്കം വരാതെ ഇത് നടത്തി തന്നത് മഹാശക്തിയുടെ ആ കൽപ്പനയാണ്. ഇതുവരെ മുടക്കം കൂടാതെ നടത്തി തന്ന മഹാശക്തിയുടെ നികൽപ്പന ആ മഹാകാരുണ്യമാണ്. കാരണം നല്ല ഗോപുരം ഉണ്ടാക്കണമെന്ന കൽപ്പന, നല്ല ഗോപുരം ഉണ്ടാക്കണമെന്ന നികൽപ്പന, വേണ്ടതെല്ലാം തന്നുകൊള്ളാമെന്ന ശബ്ദം, വേണ്ടതെല്ലാം തന്നുകൊള്ളാമെന്ന നിശബ്ദം അതാ ഇത് ലോകത്ത് നിന്ന് പ്രവർത്തിക്കുന്നു, പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഏറ്റവും വേഗം അത് പൂർത്തീകരിച്ചു കാണുവാൻ നമുക്ക് ഉറ്റു പ്രാർത്ഥിക്കാം. കാരണം ഒരു ശബ്ദം ലോകത്തിലേക്ക് പുറപ്പെടുവിച്ചിട്ട് എവിടെയെങ്കിലും മാറി സ്വസ്ഥമായിരിക്കുന്ന ആളല്ല ഭഗവാൻ. തക്കയോഗ്യമായ ഹൃദയങ്ങളിലേക്ക് പ്രവേശിച്ച് അനുയോജ്യമായ തീരുമാനങ്ങൾ എടുപ്പിച്ച് സത്തുക്കളായ സന്താനങ്ങളെ ഒത്തുചേർത്ത് ഓരോ കർമ്മങ്ങളെ പൂർത്തീകരിച്ച ആ ശബ്ദം ലോകത്തിൽ പ്രാവർത്തികമാക്കുകയും ആത്മലോകത്തെ അനുഗ്രഹിക്കുകയും ചെയ്യുന്ന മഹാഗുരുവാണ് ശുഭാനന്ദ ഗുരു. കാരണം അവതാര കർമ്മങ്ങളെ ഏറ്റെടുത്ത് കർമ്മിച്ച് ശുദ്ധീകരിച്ച് മാത്രമേ ആത്മലോകത്തിൽ ആനന്ദത്തിൽ എത്തുവാൻ കഴിയുള്ളൂ. അല്ലാതെ ആത്മമോക്ഷത്തിന് വേറെ മാർഗമില്ല. അങ്ങനെ അവതാര കർമ്മങ്ങളെ ഏറ്റെടുത്ത് പ്രവർത്തിച്ച് അവതാര കർമ്മഫലം അനുഭവിക്കുവാൻ തക്ക ഭാഗ്യമുള്ളവരാണ് നിങ്ങൾ ഓരോരുത്തരും. അവതാര കർമ്മഫലം അനുഭവിക്കുവാനുള്ള ഭാഗ്യമുള്ളവരാണ്. അതൊരു ചെറിയ കാര്യമല്ല. ഈ കലിയുഗത്തിൽ മാത്രം സംഭവിക്കുന്ന കാര്യമാണിത്. ഏറ്റവും വലിയ ഭാഗ്യമാണിത്. ഇത് നഷ്ടമാക്കാതെ എല്ലാവരും ഒത്തുചേർന്ന് പ്രാർത്ഥിക്കുക. മഹാശക്തി ലോകത്തിൽ വാഴുമാറാകട്ടെ, പ്രത്യക്ഷമായി വാഴുമാറാകട്ടെ, ആനന്ദമോശക്തി നിറഞ്ഞു വാഴുമാറാകട്ടെ, ആത്മലോകത്തെ അറിയിക്കുവാനും ആദർശത്തെ വളർത്തുവാനും വാഴുമാറാകട്ടെ. സർവ്വരാജ്യങ്ങളിലും സ്ഥാപനങ്ങൾ ഉണ്ടാക്കപ്പെടുവാനും എല്ലാ ഭാഷകളും സംസാരിക്കുന്ന സന്താനങ്ങൾ ഈ കീർത്തനങ്ങൾ പാടുവാനും ഉന്നതമായ ജന്മാന്തര ജ്ഞാനോപദേശം പച്ച മലയാളത്തിൽ പഠിച്ച് ഹൃദയസ്ഥമാക്കുവാനും
പച്ച മലയാളത്തിൽ പഠിച്ച് ഹൃദയസ്ഥമാക്കുവാൻ. കാരണം ശുഭാനന്ദ ഗുരു അവതാരമായി വന്ന് ശബ്ദിച്ച ശബ്ദം മലയാളമാണ്. ശുഭാനന്ദഗുരുനാഥൻ തിരുവതാരമായി വന്ന് ശബ്ദിച്ച ശബ്ദം മലയാളമാണ്. ലോകം ഇത് അംഗീകരിച്ചേ മതിയാവൂ. നാളെ ഇത് അംഗീകരിക്കപ്പെടും. സത്യം 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 മലയാളം ലോകം അംഗീകരിക്കപ്പെടും. കാരണം കലിയുഗ ഖഡ്ഗി പുറപ്പെടുവിച്ച ശബ്ദം മലയാളമാണ്. ലോകം അംഗീകരിച്ചേ മതിയാവൂ. സർവജ്ഞാനോത്സവത്തിന്റെ വേളയിൽ ഒരു കനേഡിയൻ യുവതി ഇവിടെ വന്ന് സത്യം കേട്ടു. ഇപ്രാവശ്യത്തെ ഓണത്തിന് നാട് കാണാൻ വീണ്ടും വന്നു. സത്യോപദേശത്തിന്റെ ആദ്യ ഭാഗം മുഴുവൻ മലയാളത്തിൽ പഠിച്ചു പൂർത്തീകരിച്ചിരിക്കുന്നു. എന്റെ ഉള്ളത്തിലുണ്ടായ സന്തോഷം ചെറുതല്ല. ബാക്കി ഭാഗവും കേൾപ്പിച്ചാണ് ഇപ്പോൾ വിട്ടിരിക്കുന്നത്. പഠിക്കാൻ സന്നദ്ധയായി നിൽക്കുകയാണ് ആ പെൺകുട്ടി. പഠിപ്പിക്കാൻ പൂർണ്ണമായും സന്നദ്ധനായി ഞാൻ നിൽക്കുകയാണ്. പഠിപ്പിച്ചേ ഞാൻ അടങ്ങുകയുള്ളൂ. അറിയിച്ചേ ഞാൻ ലോകം വിടുകയുള്ളൂ. അനുഭവമാക്കിയേ ലോകത്തിൽ നിന്ന് പോവുകയുള്ളൂ. സമ്പൂർണ്ണ ആനന്ദ ലോകത്തിൽ പ്രദാനം ചെയ്തിട്ടേ കലിയുഗ ഖഡ്ഗി മടങ്ങുകയുള്ളൂ. ഉദിച്ചുയർന്ന ലോകത്തിൽ വാഴുന്നത് ശുഭാനന്ദതമോ ശക്തി. സർവാന്ധകാരങ്ങളെയും ഭസ്മീകരിച്ചിട്ടേ ലോകത്തിൽ നിന്ന് പോവുകയുള്ളൂ. ഉന്നതനാകുന്ന ദൈവം ലോകത്തിൽ നിറഞ്ഞു വാഴുമാറാകട്ടെ. അതിനായി നിങ്ങൾ ഓരോരുത്തരും ഉറ്റു പ്രാർത്ഥിക്കുക. എന്റെ ഓമന സന്താനമാകുന്ന ജയന്തുകുമാർ ഭക്തൻ അനേകം പുണ്യസ്ഥാപനങ്ങളിൽ വലിയ വലിയ പങ്കാളിത്തം വഹിച്ചുകൊണ്ടിരുന്ന ആളാണ്. കഴിഞ്ഞ ദിവസം അയ്യപ്പ സംഗമത്തിൽ നടന്ന ആ പരിപാടിയിൽ അദ്ദേഹത്തിന്റെ പ്രഭാഷണം അവർ പ്രത്യേകം മുൻകൂട്ടി അറിയിച്ചു വെച്ചിരുന്നു. അവിടെ പോയി അദ്ദേഹം പറഞ്ഞത് ശുഭാനന്ദ നാമത്തെ കുറിച്ചാണ്. അങ്ങനെ എന്റെ സന്താനങ്ങൾ പോയി എന്റെ നാമം പറയുകയും അറിയുകയും ചെയ്യും, ഞാൻ അറിയിക്കുകയും ചെയ്യും. എല്ലാം എല്ലാം വരുമല്ലോ ഗുരുമുൻപാകെ വരുമല്ലോ. എല്ലാം എല്ലാം വരുമല്ലോ ഗുരുമുൻപാകെ വരുമല്ലോ. മായാമറയിൽ ജീവിക്കുന്ന മനുഷ്യ നീയും വരുമല്ലോ. എല്ലാം എല്ലാം വരുമല്ലോ ഗുരുമുൻപാകെ വരുമല്ലോ. മായാമറയിൽ ജീവിക്കുന്ന മനുഷ്യ നീയും വരുമല്ലോ. സർവ്വതും വരും. ഈ കാണുന്ന അവസ്ഥയൊന്നുമല്ല, വളരാൻ തുടങ്ങുന്നതേ ഉള്ളൂ. അതിനുള്ള ഒരു ചൂണ്ടുപലകയാണ് ഈ മുൻപിൽ നിർമ്മിക്കുന്ന മഹാഗോപുരം. അത് ജ്ഞാനപ്രകാശ ഗോപുരമാണ്. അത് ആത്മപ്രകാശ ഗോപുരമാണ്. അത് ശുഭാനന്ദ പ്രകാശ ഗോപുരമാണ്. അത് പൂർത്തീകരിക്കപ്പെടുമ്പോൾ കൺകുളിർക്ക കാണുവാൻ ആത്മലോകം ഓടിയെത്തും. ജന്മാന്തര സുഹൃത്തുക്കളെല്ലാം ആദ്യമാദ്യം അകത്തേക്ക് പ്രവേശിക്കും. അല്ലാത്തവർ എന്തെങ്കിലുമൊക്കെ വിമർശനം പറഞ്ഞ് മാറിപ്പോകും. എന്തെങ്കിലും പരിഹാസം പറഞ്ഞ് ഒഴിഞ്ഞു പോകും. അവര് ഒന്ന് കറങ്ങി വീണ്ടും വരും. കാരണം ആ സുഹൃതത്തിലേക്ക് എത്തുമ്പോൾ വീണ്ടും എത്തിച്ചേരും. ആ ജന്മത്തിലല്ലെങ്കിൽ മറ്റൊരു ജന്മത്തിൽ, അതുമല്ലെങ്കിൽ അത് കഴിഞ്ഞുള്ള ജന്മത്തിൽ. എത്ര ജന്മമെടുത്താലും എത്ര കർമ്മം ചെയ്താലും സദ്ഗുരുവിന്റെ ഉപദേശം ആത്മാവിൽ ഭവിക്കാതെ സമ്പൂർണ്ണ മോക്ഷം ലഭിക്കുകയില്ല. സത്യം സത്യം സത്യം. അതുകൊണ്ട് ഈ അവസരം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് മഹാഭാഗ്യമായി കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുക. മഹാഗോപുരം പൂർത്തീകരിക്കപ്പെടുമാറാകട്ടെ. ആത്മദീപമായ ആരോഗ്യത്തോടുകൂടി ജീവിക്കുവാൻ ഇടയാകുമാറാകട്ടെ. അതിലേക്കായി നിയോഗിച്ചിരിക്കുന്ന രാജകുമാരനെയും സ്ഥപതികളെയും ശില്പികളെയും അവരുടെ എല്ലാ കുടുംബങ്ങളെയും എല്ലാം ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആ ഉന്നതമാകുന്ന ഈ 27 ആചാര്യ സ്തുതി ഉന്നതമായ വിധത്തിൽ മഹാശക്തി സ്വീകരിക്കത്തക്ക വിധം എല്ലാം ഒരുക്കപ്പെടുവാനും എല്ലാം നടത്തപ്പെടുവാനും മഹാശക്തി സ്വീകരിച്ചുകൊണ്ട് ഉന്നതനായ ലോകത്തിൽ വാഴുവാനും എല്ലാം
ഈശ്വരനാൽ നിയോഗിച്ച് നടത്തപ്പെടുമാറാകട്ടെ. എല്ലാം ഈശ്വരനാൽ നിയോഗിച്ച് നടത്തപ്പെടുമാറാകട്ടെ. സർവാത്മാക്കളും അതിന് തുണയായി നിലകൊള്ളുമാറാകട്ടെ. സർവ്വാത്മാക്കളും തുണയായി നിലകൊള്ളുമാറാകട്ടെ. നമുക്ക് ഒക്ടോബർ മാസം 3-ാം തീയതി ഒക്ടോബർ മാസം 3-ാം തീയതി 12 വെള്ളിയാഴ്ചയുടെയും 12 വെള്ളിയാഴ്ച അതിന്റെ സമാപനമായ മഹാതീർത്ഥാടനത്തിന്റെയും അതിന്റെ സമാപനമായ മഹാതീർത്ഥാടനത്തിന്റെ ഉന്നതമായ നടത്തിപ്പിന് വേണ്ടി ഉന്നതമായ നടത്തിപ്പിന് വേണ്ടി വരുന്ന വാഹനങ്ങൾക്കോ ആത്മാക്കൾക്കോ യാതൊരു വിധത്തിലുള്ള കേടുപാടുകളോ ദുഃഖങ്ങളോ കൂടാതെ എത്തിച്ചേരുവാനും ഉന്നതനാകുന്ന ദൈവത്തിന്റെ രൂപത്തെ കണ്ട് ആനന്ദിക്കുവാനും തക്ക വിധത്തിലെല്ലാം ഒരുക്കപ്പെടണമേ എന്ന സങ്കല്പത്തോടുകൂടി നടത്തപ്പെടുന്ന ആ ഏകദിന സങ്കല്പ പ്രാർത്ഥന, അതും ദൈവശക്തിയുടെ നിയോഗവും നിയമവുമാണ്. എല്ലാ ശാഖകളിലും അത് ഉന്നതമാം വിധത്തിൽ നടത്തപ്പെടുമാറാകട്ടെ. പല സ്ഥലങ്ങളിൽ നിന്നും അതിനുള്ള അനുവാദം ചോദിച്ചു കഴിഞ്ഞു. പ്രത്യേകം നിശ്ചയിച്ചിട്ടുള്ള ഭവനങ്ങളിലും നമ്മുടെ എല്ലാ ശാഖാശ്രമങ്ങളിലും വിദേശ രാജ്യങ്ങളിലും ആ കർമ്മം നടത്തപ്പെടുകയാണ്. വിദേശ രാജ്യങ്ങളിൽ പ്രഭാതം മുതൽ രാത്രി വരെ നടത്തുവാനുള്ള തീരുമാനമെടുത്ത് ഹാളൊക്കെ ബുക്ക് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ എല്ലാ രാജ്യങ്ങളിലും ആ സങ്കല്പ പ്രാർത്ഥന നടക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ രാജ്യത്തിലുമുള്ള എല്ലാ സന്താനങ്ങളും ഒത്തുചേർന്ന് ആ തിരുഹിതമറിഞ്ഞ് സങ്കല്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ശക്തിയായി നിങ്ങളുടെ ആത്മാവിലേക്ക് ആവിർഭവിക്കും. നിയമങ്ങൾ പാലിക്കുവാനുള്ള മനഃശക്തി ഉണ്ടാകും. അങ്ങനെ തെറ്റുകൂടാതെ 12 വെള്ളിയാഴ്ചകളായി വ്രതമെടുത്ത് ഇരുമുടിക്കെട്ടുകളും നേർച്ച കാഴ്ചകളുമായി തീർത്ഥാടകരായി ഇവിടെ എത്തിച്ചേരുമ്പോൾ അനേകം ജന്മങ്ങളിൽ ചെയ്ത കർമ്മദോഷങ്ങളെ കഴുകിക്കളഞ്ഞ് പാപവിമുക്തരാക്കി പുണ്യങ്ങളെ നിറച്ച് ആനന്ദം നിറച്ച് നിങ്ങളെ ഭവനങ്ങളിലേക്ക് മടക്കി അയക്കുന്നതാണ്. അങ്ങനെ ആനന്ദമായി തീർത്ഥാടനം നടത്തപ്പെടുമാറാകട്ടെ. അതിനുവേണ്ടി മുന്നൊരുക്ക പ്രാർത്ഥന ശക്തമായി നടത്തട്ടെ. ഉന്നതനാകുന്ന ദൈവവും ദൂതന്മാരും എഴുന്നള്ളിന്ന് നടത്തുമാറാകട്ടെ. എല്ലാ ഹൃദയങ്ങളിലും അതിന്റെ ഒരു തിളക്കമുണ്ടാകട്ടെ. അതിനുവേണ്ടി മഹാശക്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നേ ദിവസം കുറെ സന്താനങ്ങൾ സത്യം സ്വീകരിച്ചു. ഇവരെല്ലാം ഈ ആദർശ നിയമപ്രകാരം ജീവിച്ച് ആനന്ദത്തിലെത്തുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ആമ്പാടി ശാഖാശ്രമത്തിലെ മുരുകേശൻ ഭക്തന്റെ അമ്മായിയപ്പനും ധന്യയുടെ അച്ഛനുമായ ആത്മാവ് കടന്നുപോയി. അതിന്റെ നേർച്ചയായിട്ടുള്ള നിലവിളക്കാണ് ഞാൻ പ്രാർത്ഥനയുടെ ആരംഭത്തിൽ സ്വീകരിച്ചത്. ആത്മാവിനെ ഈശ്വരനിലേക്ക് ഇതാ നിയോഗിക്കുകയാണ്. ആ നിത്യാനന്ദത്തിലേക്ക് മാറാകട്ടെ. ആ കുടുംബം എന്നും ആദർശ കർമ്മങ്ങൾക്കായി നിലനിർത്തുമാറാകട്ടെ. അതിനോടനുബന്ധിച്ച് ജീവിതം ചെയ്യുന്ന അനേകം സന്താനങ്ങൾ ഇന്ന് നമ്മുടെ ആദർശത്തിലുണ്ട്. അവരെല്ലാം എന്നും ആദർശത്തിൽ അടിയുറച്ച് ജീവിച്ച് ഉന്നതമായ പരമഭാഗ്യം അനുഭവിക്കുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ആരാധനയിൽ എത്തിച്ചേർന്ന നിങ്ങൾ ഓരോരുത്തരും അർപ്പിച്ചിരിക്കുന്ന എല്ലാ നേർച്ച കാഴ്ചകളും ഞാനിതാ സ്വീകരിച്ചിരിക്കുന്നു. എല്ലാവരെയും ആളാമൃതി അനുഗ്രഹിക്കുകയാണ്. എന്നും ആനന്ദത്തിൽ ജീവിക്കുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കായി മഹാശക്തി ലോകത്തിൽ നിറഞ്ഞു വാഴുമാറാകട്ടെ. ഉന്നതമായ നമ്മുടെ ശാഖാശ്രമ വാർഷികങ്ങൾ ഒന്നിനൊന്നുപരിയായി ഓരോന്നും നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ ഓതറ ശാഖാശ്രമ വാർഷികം അത്യനുഗ്രഹമായ നിലയിൽ നടത്തപ്പെട്ടു. ഇനി നമുക്ക് പടയണിപ്പാറയിലും ഡൽഹിയിലും വാർഷികം അടുത്തു വരികയാണ്. അത് ഉന്നതമായ നിലയിൽ നടത്തപ്പെടുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ആഴ്ച ശുഭാനന്ദ ദർശനം വേദാന്ത സാംസ്കാരിക മാസികയുടെ അംഗത്വ
എടുത്തിട്ടില്ലാത്തവർ അത് എടുക്കുകയും അതിന്റെ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞാൻ അറിയിച്ചു. അതിനുവേണ്ടി നമ്മുടെ ജയന്തുകുമാർ ഭക്തനെ ഏൽപ്പിച്ചു. വളരെ അധികം ആളുകൾ അതിൽ ഉൾക്കൊള്ളുകയും അതിനുവേണ്ട പരിശ്രമങ്ങൾ ചെയ്യുകയും രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പലരും പലയിടത്തുനിന്നും ആവശ്യപ്പെട്ട പ്രകാരം ശാഖാപ്രതിനിധികളെ ഓരോ രസീത് ബുക്ക് കൊടുത്തയക്കുവാനാണ് ഞാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം എല്ലാ ആഴ്ചകളിലും ഇവിടെ വന്നു ചേരാൻ നിർവാഹമില്ലാത്തവർക്ക് രജിസ്ട്രേഷൻ പുതുക്കുവാനും പുതിയതിൽ ചേരുവാനും ഒക്കെയുള്ള അവസരം ഉണ്ടാകും. അതിനുവേണ്ടി കൂടുതൽ തീവ്രമായ പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ലോകരംഗത്തേക്ക് നമ്മുടെ ആദർശം എല്ലാ വിധത്തിലും പകർത്തുവാനും പ്രദർശിപ്പിക്കുവാനും പ്രകാശിപ്പിക്കുവാനും നിങ്ങൾ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചുകൊള്ളുക. എന്നെയും എന്റെ ആദർശത്തെയും കരുതി ജീവിക്കുന്നവരെയും അവരുടെ കുടുംബത്തെയും ഞാൻ ഒരു കാലത്തും മറക്കുകയില്ല. അങ്ങനെ സർവർക്കും അനുഗ്രഹമേകുവാൻ മഹാശക്തി വാഴുമാറാകട്ടെ. പ്രത്യക്ഷമായി ആത്മലോകത്തെ രക്ഷിക്കുമാറാകട്ടെ. ആനന്ദമായി നമ്മുടെ നിയമസ്തുതി നടത്തുമാറാകട്ടെ. നിബന്ധനാകുന്ന ദൈവം പ്രത്യക്ഷമായി നടത്തുമാറാകട്ടെ. ആചാര്യ പരമ്പരകൾ ആരോഗ്യവാന്മാരായി ആനന്ദവാന്മാരായി കാണപ്പെടുമാറാകട്ടെ. പ്രത്യക്ഷ ദൈവം വാഴുമാറാകട്ടെ. 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 ആനന്ദശക്തി വാഴുമാറാകട്ടെ. ആനന്ദവാഴ്ച ആനന്ദവാഴ്ച